നിൻ്റെ അപ്പൻ്റെ വകയാണോടാ തെറിവിളിയോടുകൂടെ അത് വലുതോ ചെറുതോ എന്നുള്ളതല്ല. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ക്ലർക്ക് അവിടുത്തെ ഒരു വിദ്യാർത്ഥിയോട് പറഞ്ഞ വാക്കാണ് ഞാനീ പറഞ്ഞത്. തെറിവിളി നല്ല സന്തോഷം തരുന്ന കാര്യമാണ്. ഇത് ഈ ക്ലർക്ക് മാത്രമല്ല, ഈ സ്കൂളിലെ പല അധ്യാപകരും പലപ്പോഴും ഇവനെ ഹരാസ് ചെയ്യുകയും പലപ്പോഴും ഇവനെ പലതരത്തിലും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. മുമ്പ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം ലോകത്തെ ഏറ്റവും മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുമെല്ലാം ഘോരം പുറം നാടുകളിൽ പോലും പ്രസംഗിച്ച് നടക്കുന്നു. കേരളത്തിൽ നിന്നും കുട്ടികൾ മറ്റു രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോകുന്നു. കേരളത്തിൽ നിന്നുകൊണ്ട് തങ്ങൾക്ക് പഠിക്കാനോ തങ്ങൾ സ്വപ്നം കാണുന്ന രീതിയിൽ തങ്ങളുടെ ഭാവി രൂപപ്പെടുത്താനോ അതിനുതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ നിന്ന് ലഭിക്കില്ല എന്നുള്ള ഉറച്ച ധാരണ കൊണ്ട് തന്നെ പല കുട്ടികളും വിദേശങ്ങളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ കേരളത്തിലെ കലാലയങ്ങൾ ലാഭശാലകളായി മാറുന്നു, കൊലക്കളങ്ങളായി മാറുന്ന കാഴ്ചയാണ് കുറെ കാലങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 2ാം വട്ടമാണ് കേരളം ഭരിക്കുന്നത്. ഏതാണ്ട് 10 വർഷക്കാലത്തിനടുത്തായി അദ്ദേഹം കേരളത്തിൽ സ്ഥിരം മുഖ്യമന്ത്രിയായി ഇരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി തന്നെയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം കുത്തഴിഞ്ഞിരിക്കുന്നു. കലാശാലകളിലെ സമാധാന അന്തരീക്ഷം മാറിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിയെ റാഗിങ്ങിലൂടെ മൃതപ്രായനാക്കി തീർത്തിരിക്കുന്ന എന്ന വാർത്ത പുറത്തു വന്നത്. റാഗിങ്ങിലൂടെ കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പാണ് വയനാട് പുക്കോട്ടൂർ വെറ്ററിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്നൊരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത്. കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുന്നു എന്നുള്ളത് ഒരു പരമ്പരയായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലേക്ക് എങ്ങനെയാണ് കുട്ടികളെ കോളേജുകളിലേക്ക് പഠിക്കാൻ അയക്കുക, എങ്ങനെയാണ് കുട്ടികളെ കോളേജിലേക്ക് വിട്ടിട്ട് മനസ്സമാധാനത്തോടുകൂടി കഴിയാൻ പറ്റുക എന്നാണ് മാതാപിതാക്കളും ഇപ്പോൾ വ്യസനം കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കാട്ടാക്കടയിൽ മറ്റൊരു വിദ്യാർത്ഥി കൂടി തൂങ്ങി മരിച്ചിരിക്കുന്നു. അതായത് +1 വിദ്യാർത്ഥിയായ ബെൻസൺ ആന്റണിയാണ് ഇന്നലെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കോളേജിൽ കുട്ടി പഠിക്കുന്ന സമയത്ത് കുട്ടിയുടെ പഠനത്തിനാവശ്യമായ റെക്കോർഡ് ബുക്കിൽ സൈൻ ചെയ്യുന്നതും ആ റെക്കോർഡ് ബുക്കിൽ സീൽ ചെയ്യുന്നതുമായ ബന്ധപ്പെട്ട് കോളേജിലെ ക്ലർക്കുമായുണ്ടായ ചില പ്രശ്നങ്ങളാണ് ബെൻസൺ ആന്റണിയുടെ മരണത്തിൽ കലാശിച്ചത് എന്നാണ് ബെൻസൺ ആന്റണിയുടെ അമ്മാവൻ പറയുന്നത്. മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ബെൻസൺ ആന്റണിയുടെ അമ്മാവൻ വളരെ വൈകാരികമായി തന്നെ പ്രതികരിച്ചത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ കലാലയങ്ങളിൽ ഇത്രത്തോളം അരക്ഷിതരായി മാറുന്നത് എന്നുള്ളത് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും ഒരു കുട്ടിക്ക് ഇത്തരത്തിൽ ജീവഹാനി ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി അധികൃതരുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ്. ബെൻസൺ ആന്റണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ മാതൃകാപരമായ നടപടികൾ കൈക്കൊള്ളേണ്ടത് തന്നെയാണ്. ബെൻസൺ ആന്റണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബെൻസൺ ആന്റണിയുടെ അമ്മാവൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ സഹോദരിയുടെ മകൻ എന്ന് തന്നെ വേണം പറയാൻ. എൻ്റെ സഹോദരിയുടെ മകൻ എൻ്റെ മകൻ തന്നെയാണ്. അവനാണ് ഈ മരണപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീതിയാകില്ല. കൊല്ലപ്പെട്ട ഇന്നലെ ഈ സ്കൂളിൽ നിന്നും ഒരു ക്ലർക്കിൻ്റെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ട്, ഹറാസ്മെൻ്റ് കൊണ്ട് എൻ്റെ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതാ. ഹറാസ്മെൻ്റ് എന്ന് ചോദിച്ചാൽ ഇന്നലെ ഇവർക്ക് പ്രോജക്റ്റ് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു എന്ന് പറയുന്നു. എനിക്ക് എൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയില്ല. എന്നാൽ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു. ആ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൻ്റെ സീല് വേണോ അത്രേ. നമ്മളൊക്കെ പഠിക്കുമ്പോൾ അതൊന്നും ഇല്ലല്ലോ. സീല് വേണോ അത്രേ. സീല് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം VHSCയുടെ അധ്യാപകൻ, ഇവരുടെ എനിക്ക് തോന്നുന്നു ക്ലാസ് ടീച്ചർ ആയിരിക്കാം, സീൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇവരെ ഓഫീസിലേക്ക് അയക്കുന്നു. ഇവർ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവർ വന്നിട്ട് ആ ക്ലർക്കിനോട് സാർ ഇതൊന്ന് സീൽ ചെയ്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഈ പിള്ളേരെ കളിയാക്കുന്ന രീതിയിൽ, എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ചെയ്തു തരാൻ സൗകര്യമില്ല എന്നുള്ളൊരു ഭാവമുണ്ടല്ലോ, ഇവരെ അവഗണിക്കുന്ന രീതിയിൽ വേറെ എവിടെ നോക്കിയിരിക്കുകയും വേറെ എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ആ ഒരു രീതിയിൽ ഒരു നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു സമീപനം ഇന്നലെ എൻ്റെ മകൻ പറഞ്ഞതാണ്. അവിടെ എൻ്റെ സഹോദരിയോട് പറഞ്ഞതാണ് രാത്രി.
ഇല്ല, അമ്മയോട് പറഞ്ഞതാണ്. ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ചോദിക്കാൻ സമയം തരാം. അപ്പോൾ അയാൾ ഈ മക്കൾ വന്ന് ഒരാളല്ല, കുറച്ച് മക്കളുണ്ടായിരുന്നു. അവർ വന്നിട്ട് സീൽ ചെയ്താരും പറഞ്ഞു. അയാൾ ഈ നിഷേധഭാവം തുടരുകയും കുറേ പ്രാവശ്യം ചോദിച്ചിട്ട് ഇവർ പറഞ്ഞു, സാറേ ഞങ്ങൾ സീൽ എടുത്തുകൊണ്ട് പോകട്ടെ. എനിക്ക് തോന്നുന്നു സീൽ എടുത്തുകൊണ്ട് വരാനായിരിക്കാം ചിലപ്പോൾ അധ്യാപകൻ പറഞ്ഞു. അതെനിക്കറിയില്ല, അതിപ്പോഴും വ്യക്തതയില്ലാത്ത കാര്യമാണ്. ഞാനീ പറയുന്നത്, ഞങ്ങൾ ആ സീൽ എടുത്തോട്ടെ എന്ന് ഇവർ ചോദിച്ചത്രേ. സീൽ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ഇവർ സീൽ എടുക്കുകയും ഉടനെ അദ്ദേഹത്തിൻ്റെ ആത്മരോഷം ഉണർന്നു. ഒരു തെറിയോടുകൂടി നിൻ്റെ അപ്പൻ്റെ വകയാണോടാ സീല്. ഈ ക്ലർക്കിൻ്റെ അപ്പൻ്റെ വകയാണോ എന്ന് എനിക്കറിയില്ല. അത് ഞങ്ങൾക്ക് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്തെങ്കിലും മോശം പറയുന്നുവെങ്കിൽ ഞങ്ങളുടെ ഉള്ളിലൊരു തീ കത്തുന്നുണ്ട്. അതുകൊണ്ടാണ്. അതിൽ നിന്ന് എന്തെങ്കിലും വരുന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കൊടുത്താലും മതി. അങ്ങനെ നിൻ്റെ അപ്പൻ്റെ വകയാണോടാ തെറിവിളിയോടുകൂടെ അത് വലുതോ ചെറുതോ എന്നുള്ളതല്ല, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ക്ലർക്ക് അവിടുത്തെ ഒരു വിദ്യാർത്ഥിയോട് പറഞ്ഞ വാക്കാണ് ഞാനീ പറഞ്ഞത്. തെറിവിളി നല്ല സന്തോഷം തരുന്ന കാര്യമാണ്. ഇത് ഈ ക്ലർക്ക് മാത്രമല്ല, ഈ സ്കൂളിലെ പല അധ്യാപകരും പലപ്പോഴും ഇവനെ ഹരാസ് ചെയ്യുകയും പലപ്പോഴും ഇവനെ പലതരത്തിലും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. മുമ്പ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ ആ വിഷയം ഊതിക്കത്തിക്കാനല്ല ശ്രമിച്ചത്. മക്കളെ, സ്കൂളാകുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകും. നിനക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ട് അതൊക്കെ ഒരു ചിരിക്കാനുള്ള വകയായിരിക്കും. കാര്യം ഞങ്ങൾക്ക് അതറിയാമെന്നുള്ളത് കൊണ്ട് അങ്ങനെ അത് മാത്രം നീ കണ്ടാൽ മതി എന്ന് ഞങ്ങൾ അവനെ സമാധാനിപ്പിക്കുന്ന പാരൻസാണ് ഞങ്ങൾ സമാധാനിപ്പിക്കുന്നത്. അതിന് കിട്ടിയ ട്രോഫിയാണ് നിങ്ങൾ ഈ കണ്ടല്ലോ അല്ലേ? അതിന് ഞങ്ങൾക്ക് കിട്ടിയ ട്രോഫിയാണ് ഇവിടെ ഈ ഒരു കയറിന്മേൽ തൂങ്ങി നിൽക്കുന്ന എൻ്റെ കുഞ്ഞ്. ഇന്നലത്തെ കാര്യത്തിൽ അധ്യാപകനല്ല, ക്ലർക്ക് ഏതാണ് ക്ലർക്ക് എന്ന് എനിക്കറിയില്ല. ആ ക്ലർക്കിൻ്റെ പേരറിയില്ല. ഇപ്പോൾ ക്ലർക്കുമാർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഒരുമിച്ച് ക്രൂശിക്കുന്നതല്ല. അത് ആർക്കറിയാം? ഇവിടുത്തെ പ്രിൻസിപ്പളിനറിയാം. പറയട്ടെ ഈ ആർക്കറിയാം? നമ്മുടെ പ്രിൻസിപ്പളിനറിയാം. പ്രിൻസിപ്പൾ ഓൺ ടൈമിൽ റിയാക്ട് ചെയ്തു. ഉടനെ കാര്യം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരെല്ലാം എപ്പോഴും ഒരു ഭാഗത്താണ്. ഈ പിള്ളേർ ഇവരുടെ ശത്രുക്കളാണ്. ഓൺ ടൈമിൽ റിയാക്ട് ചെയ്തിട്ട് ഇവൻ അത് ചെയ്യും, മറ്റത് ചെയ്യും. ഇപ്പോൾ പാരൻറ്റിനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ സിസ്റ്റർ വിളിച്ചു. എൻ്റെ സിസ്റ്റർ വിളിച്ചപ്പോഴത്തേക്ക് അവൾക്ക് സുഖമില്ലാതിരിക്കുക. അവൾ പറഞ്ഞു, മാഡം ഞാൻ നാളെ വന്ന് കണ്ടോളാം, മാഡമാണെന്ന് തോന്നുന്നു. പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഹൂ ഈസ് ദ പേഴ്സൺ, അയാൾ അദ്ദേഹത്തോട് പറഞ്ഞു നാളെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഈ പിള്ളേർ സ്കൂൾ വിട്ട് പോവുകയും മറ്റു കാര്യങ്ങളൊന്നും പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ നടന്നില്ല. അവൻ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നു. അതിനുശേഷം ജിമ്മിൽ പോയി തിരിച്ചു. എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ നടന്നു. നോർമലി 5 മണിക്ക് ശേഷമായിരിക്കും. കാര്യം ഞാൻ ഇവിടെയല്ല താമസിക്കുന്നത്. അവൻ ശരിക്കും പറഞ്ഞാൽ അവൻ വളരെ വിഷമമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവൻ അങ്ങനെ പ്രത്യേകിച്ച് പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല. ഇല്ല, ആ സമയത്ത് അവൻ കൂടുതലൊന്നും സംസാരിച്ച കാര്യം എല്ലാ ദിവസവും ജിമ്മിൽ പോകും വൈകുന്നേരത്ത്. അത് കഴിഞ്ഞ് ഉടനെ അവൻ ജിമ്മിൽ പോയി ഏകദേശം ഞാൻ ജിമ്മിൽ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് അവൻ്റെ പ്രാക്ടീസ് മുഴുമിപ്പിക്കാതെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. മുഴുമിപ്പിക്കാതെ ഇറങ്ങുകയും എനിക്ക് എക്സാം ഉണ്ട്, അതുകൊണ്ട് വേഗം പോകണം, അതുമാത്രമല്ല എനിക്ക് നല്ല കംഫർട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. വീട്ടിൽ ഒരു 9 മണിക്ക് ശേഷം അങ്ങാണ് തോന്നുന്നു വരുന്നത്. വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വീട്ടിൽ കാര്യമൊന്നും ഞങ്ങളുടെ വീടുകളിൽ വളരെ 9 മണിക്ക് ശേഷം 9 മണി കഴിഞ്ഞു അവൻ എത്തുമ്പോൾ 9 മണി കഴിഞ്ഞു എത്തുമ്പോൾ വീട്ടിൽ വന്നു. വളരെ കാമായിട്ട് ഉള്ളൊരു അന്തരീക്ഷമാണ് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ. അങ്ങനെ അടിയും മഴക്കും അങ്ങനെയുള്ള ഒരു പ്രശ്നമല്ല. അപ്പനും മക്കളുമായിട്ടൊക്കെ എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഈ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് ഇന്ന് ഇവിടെ സ്കൂളിൽ വരണമല്ലോ. അതുകൊണ്ട് എൻ്റെ സിസ്റ്റർ മോനോട് ചോദിച്ചു, മോനെ എന്താണ് വിഷയം?